പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ജലജയും ചേർന്നിട്ട് നയനയ്ക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൾ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്നും നയനയ്ക്ക് രാത്രി ജ്യൂസ് കൊടുക്കുന്ന ഒരു സ്വഭാവം ദേവയാനിക്കുണ്ട്. അമ്മയാവാൻ പോകുന്ന പെൺകൊച്ചല്ലേ, അപ്പം ബ്ലഡ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കരുതിയിട്ട് ജ്യൂസ് കുടിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ പതിവ് പോലെ തന്നെ നയനയ്ക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് നയനയെ വിളിക്കാനായിട്ട് ദേവയാനി മുറിയിലോട്ട് പോവുകയാണ്. ആ ഒരു തക്കം നോക്കിയിട്ടാണ് ജലജ കിച്ചണിലോട്ട് വരുന്നത്. എന്നിട്ട് നയന കുടിക്കാനിരിക്കുന്ന ആ ഒരു ജ്യൂസിൽ പൊടി കലക്കിയിട്ട് അവളുടെ ഗർഭം അലസിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ജലജയുള്ളത്. അങ്ങനെ ജലജ പതുങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ചന്തുമോള് ഇതൊക്കെ കണ്ടിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ എന്തിനാണിപ്പോൾ കിച്ചണിലോട്ട് പോകുന്നത്? എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കാനാണോ? അല്ലെങ്കിലും ഉടായിപ്പ് കാണിക്കുന്നതാണല്ലോ ആ ആൻറ്റിയുടെ സ്വഭാവം. അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെ ദ്രോഹിക്കുക എന്നുള്ളത് മാത്രമല്ലേ ആ മുത്തശ്ശിക്കുള്ള ചിന്തയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചന്തുമോള് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് പതുങ്ങി കള്ളന്മാരെ പോലെയാണല്ലോ പോകുന്നത്. കള്ളന്മാരല്ലേ ഇങ്ങനെ പോകുക എന്നുള്ളത് നയനമ്മ പറഞ്ഞു തന്നത്. കള്ളന്മാരെ പോലെ പതുങ്ങി പോകുന്നത് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ചന്തുമോള് പോയി നോക്കുകയാണ്. എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് ആ കുഞ്ഞിന് വരെ മനസ്സിലാവുകയാണ്. കാരണം ആ കുഞ്ഞിനോട് വളരെ ക്രൂരമായിട്ടാണ് ജലജ പെരുമാറാറുള്ളത്. അതുപോലെ തന്നെ ജലജയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നയനയും ദേവയാനിയും കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ജലജയെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചന്തുമോൾ കിച്ചണിലോട്ട് പോയി നോക്കുന്ന സമയത്താണ് നയനയ്ക്കുള്ള ജ്യൂസിൽ എന്തോ കലക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെന്താ അമ്മയ്ക്കുള്ള ജ്യൂസിൽ പഞ്ചസാര ഇട്ട് കലക്കുകയാണോ? പഞ്ചസാരയൊക്കെ ഇട്ട് മുത്തശ്ശി വെച്ചതല്ലേ, പിന്നെ എന്തിനാ ഈ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഈ ആൻറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇതിൽ ഇനി വേറെന്തെങ്കിലും പൊടി ചേർക്കുകയാണോ അമ്മയ്ക്ക് വയറുവേദന വരാൻ വേണ്ടിയിട്ട്? അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവ ഉള്ളതല്ലേ, അപ്പോൾ എല്ലാ ഭക്ഷണവും ശ്രദ്ധിക്കണം എന്നാണല്ലോ മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്തുമോൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ആ പൊടി കലക്കുന്നത് ഇങ്ങനെ ചന്തുമോൾ കാണുകയാണ്. ആ ഒരു സമയത്താണ് ചന്തുമോൾ നിൽക്കുന്ന ആ ഒരു ടേബിളിൻ്റെ അടുത്ത് നയനയുടെ ഫോണ് കാണുന്നത്. അങ്ങനെ ചന്തുമോൾ ആ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, ഞാനേതായാലും വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചന്തുമോൾ അത് വീഡിയോ എടുക്കുകയാണ്. ഇനി പഞ്ചസാരയാണെങ്കിൽ പോട്ടെ, പക്ഷേ വേറെ വല്ലതും ആണെങ്കിൽ അമ്മയ്ക്ക് വയറുവേദന വരില്ലേ, കേടായ ഫുഡ് കഴിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവരാണെങ്കിൽ കള്ളന്മാരെ പോലെയല്ലേ പതുങ്ങി പോയത്. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, ജലജാൻ്റിയെ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ആ കുഞ്ഞ് മൊബൈലിൽ വീഡിയോ പകർത്തി എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ജലജ പതുക്കെ കാണാതെ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ചന്തുമോളാണെങ്കിൽ ഒളിഞ്ഞിരുന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ പകർത്തിയെടുക്കുന്നത്. അങ്ങനെ പിന്നെ ജലജ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്താണ് ദേവയാനി കിച്ചണിലോട്ട് വരുന്നത്. കൂടെ നയനയും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചന്തുമോള് കിച്ചണിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതെന്താ മോള് ഇവിടെ നിൽക്കുന്നത്? മോള് ഉറങ്ങാനായിട്ട് കട്ടിലിൽ കിടന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ എനിക്ക് ഉറക്കം വരാതിരുന്നപ്പോൾ ഡൈനിങ് ഹാളിൽ വന്നിരുന്നതാണ്, അതിനെ കൊണ്ടൊരു കൂട്ടം കാണാനായി എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടം കാണാനായിരുന്നോ? എന്താ മോള് കണ്ടത്? പറ, അമ്മയ്ക്കും മുത്തശ്ശിക്കും പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു തരല്ല, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ഫോണിൽ പകർത്തിയ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അത് ശരി, എനിക്ക് കുടിക്കാനുള്ള ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. ചന്തുമോൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മോൾക്ക് ഇത് വീഡിയോ പകർത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞില്ലാതായനെ അമ്മേ. ഇത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചന്തുമോളെ, നീ എൻ്റെ കുഞ്ഞിനെയും എന്നെയുമാണ് രക്ഷിച്ചത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നയനയും അതുപോലെ ദേവയാനിയും. അതേസമയം ദേവയാനി ഈ വീഡിയോ മോൾ കളയരുത്, നാളെ അച്ഛൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കണം. എന്തായാലും അഭി ജയിലിലായല്ലോ, ജലജയും ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശന് നാളെ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്തതിലൂടെ നമുക്ക് കാണാം.